ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു നെയ് ബിസ്ക്കറ്റ് ആണ്. അതിന് എന്താ പേര്, വേറെ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ, ഒരു കപ്പും കൂടെ എടുക്കാം കേട്ടോ. മൈദ എടുക്കാം. കുറച്ച് മൈദപ്പൊടി ഒരു കപ്പും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഇതില് ഒരു കപ്പ്, അങ്ങനെ 2 കപ്പായി. ഇനി ഇതില് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം കേട്ടോ. ഇതില് ഒരു കപ്പ് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ 1.5 കപ്പ് പൊടിച്ചെടുക്കുക. നമുക്ക് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 ഏലക്കായും കൂടെ ചേർത്തിടാം കേട്ടോ. പഞ്ചസാര ഞാനിതാ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് എടുക്കുക. മധുരം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായ് പൊടി ഇടണം. ഞാൻ 3 ഏലക്കായ് ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കാം. 1/2 കപ്പും കൂടെ ഇടുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് ഇടാം. മധുരം എത്രയാണെന്ന് വെച്ചാൽ ഇടാം. കുട്ടികൾക്ക് മധുരമാണല്ലോ, അപ്പോൾ നോക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചീൻചട്ടിയോ ഓവനില്ല, അപ്പോൾ ചീൻചട്ടി നമുക്ക് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പ് കൊടുക്ക് പൊന്നു. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. വെള്ളമില്ലാതെ കൈ ഒന്ന് ചിന്തി പോകരുത് കേട്ടോ പൊന്നു. നമുക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കി വെക്കുക. ഞാനിത് ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നെയ്യ് നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട്, ഞാനിത് ഇവിടെ ഉരുക്കിയതാണ്. ലേശം മഞ്ഞപ്പൊടി ഇട്ട കാരണം ആ നെയ്യിൻ്റെ കളർ അങ്ങനെ ആയിപ്പോയതാണ്. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഉരുക്കി വെക്കുക. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നമുക്കിങ്ങനെ നല്ല മണം വരുന്നുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചപ്പോൾ ഏലക്കായും പഞ്ചസാരയൊക്കെ ആയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. പതുക്കെ അതങ്ങനെ കുഴച്ചെടുക്കുക. നമ്മൾ എന്താ പറയുക, അതങ്ങനെ പിടിച്ച് അങ്ങനെ കിട്ടണം. അതുമാതിരി കുഴച്ചെടുക്കാം. നെയ്യ് മാത്രം ഒഴിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. നെയ്യ് ബിസ്ക്കറ്റ് വേറെ എന്താ പേരാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ബിസ്ക്കറ്റ് ഞാൻ പറയണത് കുക്കീസ്. അതെന്താ പേര്, നാട്ട് കട്ടോ എന്തോ പറയണാണ്. അപ്പൊ ഞാനിതിന് നെയ്യ് ബിസ്ക്കറ്റ് എന്നാ പറയുക. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങനെ കുഴച്ചെടുക്കുക. നല്ലതുപോലെ ഇതങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച ഒരുപാട് ലൂസ് ആകാൻ പാടില്ല കേട്ടോ. അതങ്ങനെ പിരിപിലെന്ന് ഇങ്ങനെ ഇരിക്കണം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് ഇതങ്ങനെ എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് പറ്റി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യാണ് ഇതിൽ തേച്ച് കൊടുക്കുന്നത്. ഓവനിലും ചെയ്യാം. നമുക്ക് ഇതങ്ങനെ തേച്ച് ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്യാണ്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. നമുക്ക് കുഞ്ഞു മതി. ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഉരുട്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതങ്ങനെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ താഴെ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഇതിൽ വെക്കാം. ഇങ്ങനെ ചേർത്ത് വെക്കരുത്. ചേർത്ത് വെക്കാണ്ട് നമുക്ക് ഒന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വെക്കണം. ഇതാ ഇങ്ങനെ വെക്കാം. അപ്പോൾ എല്ലാം മരി ഉരുട്ടിയിട്ട് നോക്കാം കേട്ടോ.
അങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വിള്ളൽ വരാണ്ട്, ഇത് വിണ്ടതല്ല, വിള്ളൽ വരാണ്ട് നമുക്ക് ഒന്ന് ആക്കി വെക്കണം. എന്താ പറയുക, അങ്ങനെ വിട്ട് വിട്ട് വെക്കണം. വിട്ട് വെക്കാണ്ടിരുന്ന ഇതൊന്ന് വലുതായി പോകും. നമ്മൾ ചൂടാകാൻ വെക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് വലുതായി പോകും. അപ്പോൾ നല്ലോണം ഗ്യാപ്പ് വിട്ടിട്ട് വെക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ മേലെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് എള്ള് വറുത്തതാണ്, വറുത്ത എള്ള് ഇട്ട് കൊടുക്കുക കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. കുറച്ച് ഇതിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇതിലെല്ലാം കുറച്ച് എള്ള് കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും. ഒന്ന് ചൂടാക്കിയ എള്ളുണ്ടല്ലോ, ഒന്ന് വറുത്താൽ മതി. ഇട്ട് കൊടുക്കുക. നമ്മൾ മൈദ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പഞ്ചസാര, ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തു. മധുരം കുട്ടിക്ക് നല്ലോണം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടതാണ്. അത് ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പഞ്ചസാര നല്ലതുപോലെ ഏലക്കായ ഒരു 3 ഏലക്കായ ഇട്ട് പൊടിച്ചതാണ്. പഞ്ചസാരയും ഏലക്കായും ഇട്ടിട്ട് അപ്പോൾ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാകും. ഒരു 15 മിനിറ്റ് നമുക്ക് ഒന്ന് ചൂടാകാൻ വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ മേലയിൽ ഇനി അണ്ടിപ്പരിപ്പോ ബദാമോ ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഉണ്ടോ, അണ്ടിപ്പരിപ്പ് ബദാമോ ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വലുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ അങ്ങനെ ഉണ്ടോ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട. ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ ബദാമാ വെക്കണം. അണ്ടിപ്പരിപ്പ് നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് വലുതായിട്ട് വരും. ഒന്ന് ചൂട് തട്ടിയാലേ ഇതൊക്കെ ഒന്ന് വലുതായി വരും. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും വെച്ചിട്ടുണ്ട്, കുറച്ച് ബദാമും വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വെക്കാം കേട്ടോ. വെള്ളം ഒഴിക്കണ്ട, വെറും ചീഞ്ചട്ടി വയ്ക്കുക. കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ വലിപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ ചീഞ്ചട്ടി വെച്ചതാണ്. നമ്മൾ ചെറിയ ചീഞ്ചട്ടിയൊക്കെ വെച്ചാൽ ഇത്രയും വലിയ പ്ലേറ്റ് വെക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വലിയ ചീഞ്ചട്ടി എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഇതിലുണ്ടാക്കാം, കുക്കറിൽ ഉണ്ടാക്കാം. അതിലും ചെറിയൊരു പ്ലേറ്റേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തട്ട് വെക്കാം കേട്ടോ. വെറുതെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്, നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം. ചീഞ്ചട്ടി ചൂടുള്ള ചീഞ്ചട്ടിയാണ്. ഇനി നമുക്ക് ഇതൊരു അടപ്പ് ഇട്ടിട്ട്, നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് വേണം കേട്ടോ. ഇതിൽ കൂടെ ഗ്യാപ്പൊന്നും പാടില്ല. നല്ല ടൈറ്റായിട്ടുള്ള വെച്ച് കൊടുക്കാം. ഇതൊന്ന് 15 മിനിറ്റ് 20 മിനിറ്റ് ആവട്ടെ. നല്ല ടൈറ്റ് വേണം. ഇതുണ്ടോ, ഗ്യാപ്പൊന്നുമില്ല. നല്ല ടൈറ്റായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒന്ന് തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ട് കുത്തി നോക്കുക. എന്നിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. നമുക്ക് തുറന്ന് നോക്കിയിട്ട് സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് ഇങ്ങനെ ഈ വിണ്ട് വന്നാൽ നമുക്ക് ബിസ്ക്കറ്റ് റെഡി ആയാന്നാണ്. നമുക്ക് എങ്ങനെ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. കുത്തി നോക്കിയിട്ട് ഇതാ, ഇതിലൊന്നും പൊട്ടിയിട്ടില്ല. നമ്മുടെ പീസ് റെഡി ആയിട്ടുണ്ട് ബിസ്ക്കറ്റ്. നമുക്കിതോ റെഡി ആയി എന്നാ ഗ്യാസ് ഓഫാക്കി. ഇനി നമുക്കിതൊന്ന് പിന്നെ പ്ലേറ്റിലേക്ക് ആക്കാം. ഇതെല്ലാം ഓരോന്നായിട്ട് പതുക്കെ നമുക്ക് എടുക്കാം. പൊട്ടിപ്പോകും, ചൂടുള്ള കാരണം പൊട്ടിപ്പോകും. അത് നമുക്കൊന്ന് സൂക്ഷിച്ചെടുത്താൽ മതി. എല്ലാം മാറ്റി വയ്ക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ആറിയിട്ട് നമുക്ക് ഇത് പൊട്ടിക്കാൻ പറ്റുള്ളൂ, പൊട്ടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ചൂടുണ്ടേ. അപ്പം ഇതെല്ലാം എടുത്തിട്ട് നോക്കാം. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ റെഡിയായി, ഇതാ വന്നിട്ടുണ്ട്. റെഡിയായി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ഞാൻ ക്രിസ്മസിന് ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കേക്ക്
ഇനി ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടാം. എങ്ങനെ ഉണ്ടാക്കണ വെച്ചാൽ ആ വീഡിയോ ഇടാം. ഞാൻ ഈ പ്ലേറ്റിലൊക്കെ ആക്കി വെക്കാം. സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി നല്ല മധുരമായിട്ട് ഇതാണ്ടോ മുറുകിയിട്ടുണ്ട്. ഇതാണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വീണു. ഇതെല്ലാം ഇതിൽ വെച്ചിട്ട് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്. ഒന്ന് ആറിയിട്ട് അതൊന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക്. സൂപ്പറായിട്ടുള്ള നെയ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ്. സൂപ്പറായില്ലേ? അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ സൂപ്പറായിട്ടുള്ള നെയ് ബിസ്ക്കറ്റ് സൂപ്പറായി. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കുട്ടികൾക്കൊക്കെ ഇതാ കുട്ടികൾ റെഡി ആയി നിൽക്കണോ. മീനുക്കുട്ടിക്ക് ബിസ്ക്കറ്റ് റെഡിയായി. വരുമോ? എന്നാ ഓ ഇത് റെഡിയായി. മീനുകുട്ടി വന്ന് കഴിച്ചോ? ഇതാ സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടമായി നോക്കട്ടെ പൊന്നോ. ചൂടുണ്ട്, നോക്കി കഴിക്കണേ. സൂപ്പറായോ? പറയ സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.